ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളപ്പോൾ ഇന്ന് ഒരു വീട് വന്നിട്ടുണ്ട്. ഈ ഗെയിമിൻ്റെ പേര് ബ്ലോക്ക് ക്രാഫ്റ്റ് 3D എന്നാണ്. നമ്മൾ ഇവിടെ എങ്ങാണ്ട് ഒരു വലിയ 7 നില എങ്ങാണ്ടുള്ള ഒരു വീട് പണിഞ്ഞു. പക്ഷേ വീട് കാണുന്നില്ല ഗായ്സ്. ഇത് ബാക്ക് ടു വില്ലേജ്. അത് നമ്മുടെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ്. പക്ഷെ നമ്മൾ ആ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ചെന്നെത്തും. കണ്ടുപിടിച്ചു ഗായ്സ്, വീട് കണ്ടുപിടിച്ചു. ഹോട്ടൽ കൂട്ടൊക്കെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. 7 നിലയൊക്കെ വെച്ച് മണ്ടയ്ക്കോട്ട് 6 ഉള്ളൂ. 1 ഗ്രൗണ്ട് ഫ്ലോറാണ് ഗൈസ്. നമ്മൾ മുമ്പ് അവിടെ ഒരു കോഴിയെ പിടിച്ചു വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. കോഴി ജീവനെയും കൊണ്ട് ഓടിയോന്ന് നോക്കട്ടെ. ദാണ്ടിരിക്കുന്ന ഒരു കോഴി ഇതിനകത്തുനിന്ന് ഇറങ്ങിയ കോഴി ഇറങ്ങി. ഇവിടെ അല്ലായിരുന്നു കോഴിയെ പൂട്ടിയിട്ടിരുന്ന ഗൈസ്. കോഴി ഇറങ്ങി ഗൈസ്. എന്താ അവനെ വീണ്ടും എനിക്ക് അടയ്ക്കണം. എന്താ കോഴിയുടെ ദാണ്ടിരിക്കുന്നു. ഹലോ തന്നെയല്ലേ? ഞാനൊന്നും കണ്ടിട്ടില്ലേ? കോഴിയമ്മാവ എനിക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും ചെയ്തിട്ടുമില്ല. ഓടിപ്പോവുകയും ചെയ്യരുത്. ഓടിപ്പോയാൽ ഞാൻ നിന്നെ വീണ്ടും പിടിച്ചു കിട്ടും. നിന്നെ ഞാൻ പിടിച്ചു കെട്ടിയിരുന്നത് നിന്നെ ആരാണ് തുറന്നു വിട്ടതെന്ന് എനിക്കിപ്പോൾ അറിയണം. എന്തായാലും ഞാനല്ല ഗൈസ്, ഞാൻ അവനെ ഓടിയവൻ ഇല്ല താണ്ടിരിക്കുന്നു. ഹലോ കോഴി, ഇവനെ ഞാൻ അടച്ച് പൂട്ടി ഇന്ന് മണ്ടയ്ക്ക് വരെ വേണ്ടയാളാ നോക്കുന്നു. ഹലോ കോഴി, മണ്ടയ്ക്കും സീലിംഗ് ചെയ്യാൻ പോവാ. ഇല്ല, ഇവൻ വീണ്ടും ഇവിടുന്ന് രക്ഷപ്പെടും. നീ ഇവിടുന്ന് ഇനി എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ വഴിയല്ലോ ഉണ്ടായി ഇവന്? പറയാൻ പറ്റത്തില്ല. ഇല്ല ഗൈസ്, ഇനി രക്ഷപ്പെടാൻ ആകെയുള്ള ഈ ഒറ്റ വഴിയാണ്. നമ്മളങ്ങനെ കോഴിയെ അടച്ചു പൂട്ടി വെച്ചപ്പോൾ അടുത്ത നമ്മുടെ വീട്ടിലേക്കാണ്. നമ്മൾ നേരത്തെ ഇവിടെ ആയിരുന്നു കോഴിയെ അടച്ചു വെച്ചിരുന്നത്. കോഴി എങ്ങനെയൊക്കെ ഓടിപ്പോയി. ഇതാണ് ഗൈസ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രി. നമ്മൾ കയറാൻ പറ്റുന്നില്ല. കയറി ഗൈസ്. നമ്മളിവിടെ ചെറിയൊരു തടിമീലൊക്കെ തുടങ്ങി. തടിയെല്ലാം മാത്രമുണ്ട്, അതിൻ്റെ ഇലയെല്ലാം എടുത്ത് താഴെയും വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇപ്പോൾ വീട്. ഇതാണ്ട് ആ വീടിൻ്റെ മണ്ടയ്ക്ക് ഒരു കൊടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അകത്തോട്ട് കയറാം ഗൈസ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ. ഇതാണ്. ഇല്ല, കോഴി അവിടെ കിടന്ന് കരയുവാണ് ഗൈസ്. പാവം കോഴി. തുറന്നു വിട്ടേക്കാം. എന്തേവൻ? വേണ്ട, അവനെ പിടിച്ച് ഗ്രില്ലടിക്കാം. അവൻ അവിടെ തന്നെ ഇരുന്നോട്ടെ. എൻ്റെ വീട്ടിൽ വല്ലതും കോഴി കയറി ഗൈസ്. ഇതാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറ്. നമ്മളപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാണ്. സെക്കൻഡ് ഫ്ലോർ തന്നെയല്ലേ? ഇതിൻ്റെ കൂടെ കിടന്ന് തുള്ളിച്ചടന്നു ഗൈസ്. ഇതാണ് സെക്കൻഡ് ഫ്ലോറ്. ഇതേകൂട്ട് തന്നെയാണ് ബാക്കിയുള്ള ഫ്ലോറെല്ലാം. തേർഡ് ഫ്ലോർ. ഇവിടുത്തെ ഫോർത്ത് ഫ്ലോർ. ഫോർത്ത് ഫ്ലോർ ഇതാണ്ട്. ഫോർത്ത് ഫ്ലോറിലാണ് ഗൈസ് കൊടി വന്നേക്കുന്നത്. ഫിഫ്ത്ത് ഫ്ലോർ. നീ മണ്ടയ്ക്കോട്ട് പോകുമ്പം മണ്ടയ്ക്കോട്ട് കയറാൻ പറ്റത്തില്ല. ഫിഫ്ത്ത് വരെ ഉള്ളൂ. ഉള്ളായിരുന്നു. സെവൻത് ഫ്ലോറില്ലായിരുന്നു. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാം. പക്ഷെ നമ്മളിവിടെയൊക്കെ എന്തൊക്കെ കിട്ടും. ഇതുകൂടെ പൊട്ടിച്ചാൽ നമുക്ക് മണ്ടയ്ക്ക് കയറാം. കിടന്ന് ചാടും. കയറിയിട്ടുണ്ട്. നമുക്കിനി അവിടെ ഒന്ന് സീൽ ചെയ്തേക്കാം. ഇതാണ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫ്ലോർ. നമ്മൾ ഇവിടെ നിന്ന് ഈ സിറ്റിയെ കാണാൻ. എനിക്ക് വേറൊരു വീടുണ്ടായിരുന്നു. ആ വീടാണെങ്കിൽ കാണുന്നില്ല. നമുക്ക് ഈ മരത്തിൻ്റെ മണ്ടയ്ക്ക് ലാൻഡ് ആവാൻ പറ്റുമോ? ശരിയില്ല. കറക്റ്റ് ചെടിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇവിടെ ഇതെന്ത് വരുന്നു? ഇവിടെ ഞാൻ വാതിൽ വെക്കാനിരുന്ന പുറകിലോട്ട്. പക്ഷെ വാതിൽ വെക്കലും നടന്നില്ല. അവിടെ 2 മരം അങ്ങ് നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ്. പക്ഷെ നല്ല വലിയ വീടാണ്. നമുക്കപ്പം വെളിയിലോട്ടൊന്ന് പോവാ. ഇല്ല, കോഴി അവിടുന്ന് വീണ്ടും രക്ഷപ്പെട്ട. ഞാൻ അവിടെ എന്തോ കണ്ടല്ലോ. ഇതിനകത്ത് തന്നെ ഉണ്ട്. കോഴി അടിച്ചടിച്ച് ഞാൻ കൊല്ലുവാടാ. ഇതിനകത്ത് ബോംബൊന്നും ഇല്ലാതായിപ്പോയി. ഇല്ലേ നിന്നെ ഞാൻ വെച്ച് കൊന്നേനെ ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പി വേർഷനാണ് ഗൈസ്. അതാണ് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു കോപ്പിയാണിത്. മൈൻക്രാഫ്റ്റ് കേട്ടാൻ പറ്റത്തില്ല.
നോക്കട്ടെ ഗൈസ്, പറ്റുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ മൈൻക്രാഫ്റ്റ് കൊണ്ടുവരാം. മരത്തിനകത്തൊരു തീ ഇരുന്നോട്ടെ, ചുമ്മാ ടു ഫെയർ അങ്ങനത്തായിട്ടിടാം ഗൈസ്. ഇതാണ് നമ്മുടെ സ്ഥലവും ഒക്കെ. അതുകൊണ്ട് ഇതൊക്കെ പൊളിച്ചളാണ്. അതുകൊണ്ടാണ് ഗൈസ് അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വലിയ ഇത് കണ്ടോ, അത് നമ്മൾ ആകാശം വരെ ഒന്ന് പോയതാണ്. അവിടുന്ന് താഴോട്ട് ഒറ്റ വീഴൊക്കെ വരുന്നു ഗൈസ്. ഇത് എടുക്കാനാന്നൊക്കെ പറയണേ. നമ്മൾ ഗൈസ് നമ്മളപ്പം ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം വരുന്നുണ്ട് ഗൈസ്. മൈൻക്രാഫ്റ്റ് ഒക്കെ വാട്ടർ കളക്ട് ചെയ്യുക. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമാണ്, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വല്ലതും വാട്ടർ ഉണ്ടോ എന്ന് നോക്കട്ടെ. വാട്ടർ ഇല്ല. നമുക്ക് മാപ്പിൽ നിന്ന് വാട്ടറുള്ള ഒരു ഏരിയയിലോട്ട് പോകാം ഗൈസ്. അതാണ് നമ്മുടെ വീട്. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നേരെ ചെന്നാൽ മതി ഗൈസ്. അവിടെ ഒരു വാട്ടർ ഏരിയ ഉണ്ട്. അങ്ങോട്ടല്ലേ? അങ്ങോട്ടാണ്. ഇതുകൊണ്ടാണ് ഗൈസ്, അവിടെ വാട്ടർ ഏരിയ ഉണ്ട്. നമുക്ക് ഇവിടെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇത് മൈൻക്രാഫ്റ്റിലെ കൂട്ടല്ല. മൈൻക്രാഫ്റ്റിലൊക്കെ നമ്മൾ അടിച്ച് പൊട്ടിക്കണം. വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ അടിച്ചാൽ അത് ഒഴുകി വന്നോളും. പക്ഷെ എത്രയോ കുറച്ച് ദൂരം കൊണ്ട് ഇത് ഒഴുകി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടോ ഗൈസ്, ഇതിന് മേളിൽ വരത്തില്ല, ഇത്രേ വരും. അല്ല, അത് ഇവിടുത്തെ ഈ ഇതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. നമുക്ക് ഇച്ചിരി ഇല്ല, അങ്ങോട്ടും വരത്തില്ല, അങ്ങോട്ടും വരത്തില്ല. ഇവിടുന്ന് താഴോട്ടാണ് വെള്ളം പോകുന്നത്. നമുക്ക് ഇച്ചിരി അപ്പുറത്തായിട്ടൊന്ന് കുതിച്ച് നോക്കിയാലോ. അങ്ങോട്ട് തീയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഒന്നല്ലോ, സീനില്ലേ? വരുവാ? ഇല്ല, ഇത്ര വരത്തുള്ളൂ. എല്ലായിടത്തും അങ്ങനെ. ആകാശത്തൊന്നുകൂടെ ഒന്ന് പോവാ. ആപ്പിള് കിട്ടുക. ആപ്പിള് കിട്ടി. പക്ഷെ ആപ്പിള് തിന്നാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അതാണ് ചെറിയ സീറ്റ്. അപ്പം നമ്മുടെ ഇത്രയും വലിയ വീട് കണ്ടല്ലോ നിങ്ങൾ. ഈ വീടിന് വേണ്ടിയിട്ട്, വീട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ പുതിയ ഗെയിമുകൾക്കായിട്ട് നിങ്ങൾ പുതിയ ഗെയിമുകൾക്ക് വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ എന്തുവാ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് കൂടെ ചെയ്തേക്ക് പുതിയ ഗെയിം ഏത് വേണമെന്ന്. നമ്മളത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാനി 1 ആണ്. നമുക്കപ്പം അത് ഇടാം. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം ഗൈസ്. ഓക്കെ.